ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത സ്ഥിതിക്ക് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ഗസ് ചെയ്ത് പറയാം. നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, ശരിയല്ലേ? നിങ്ങൾ വളരെയധികം അമേസിംഗ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ്. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ ലൈഫിൽ എന്തൊക്കെയോ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഇതിനൊക്കെ ഒരു മെയിനായിട്ടൊരു റീസൺ ഉണ്ട്: മടി. നിങ്ങൾ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇതിലേക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മടിയാണ്. അതിതീവ്രമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആഗ്രഹങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ മടി നിങ്ങളെ എന്ത് ചെയ്യുന്നു, തളർത്തുന്നു. നമ്മുടെ മസ്തിഷ്കം എന്ന് പറയണതില്ലേ, എപ്പോഴും സുരക്ഷിതമായ അധ്വാനത്തെയും അതുപോലെ തന്നെ കുറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ മസ്തിഷ്കത്തിന് ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊന്നും ചെയ്യുന്ന വലിയ താല്പര്യമൊന്നുമില്ല. നമ്മളതിൻ്റെ പുറകിൽ അത്രത്തോളം എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഈ മസ്തിഷ്കം അതിനുവേണ്ടി പ്രവർത്തിക്കുകയുള്ളൂ. ഇത് നമ്മൾ 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് തരംതിരിച്ച് പറഞ്ഞു നോക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു കംഫർട്ട് സോൺ ട്രാപ്പാണ്. നമുക്ക് വലിയ സ്വപ്നങ്ങളുണ്ടാകും, അതുപോലെ തന്നെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അത് നേടണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം. എന്നാലോ നമ്മുടെ മനസ്സിതിന് അനുവദിക്കുന്നതുമില്ല. അതെന്താ അങ്ങനെ വരുന്നത്? ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോഴായിരിക്കും ഇന്ന് ചെയ്യണ്ട, അല്ലെങ്കിൽ അത് നാളെ ചെയ്യാം എന്ന് ചിന്തിക്കുന്നത്. ഒട്ടുമിക്ക എല്ലാവരുടെയും ഒരു അവസ്ഥ അങ്ങനെ ആയിരിക്കും. ഈ പറഞ്ഞ എൻ്റെ തന്നെ അവസ്ഥ അങ്ങനെയാണ് കേട്ടോ. ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന സമയമായിരിക്കും, പക്ഷേ പിന്നെ ഒന്ന് ഫോൺ എടുക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ആ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യും. അങ്ങനെ ഒന്ന് ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്ന് തുറന്ന് കുറച്ച് നേരം ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ മെല്ലെ പിന്നെ യൂട്യൂബിലേക്കൊന്ന് പോകും. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങൾ, പിന്നെ നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യുന്ന കുറച്ച് വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ അങ്ങനെ മണിക്കൂറുകൾ നമ്മൾ ആ ഫോണിൽ അവിടെ എന്ത് ചെയ്യും, ചിലവഴിക്കും. പക്ഷേ ഇതും കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ നേട്ടങ്ങളൊന്നും ഇല്ലാതെ നമുക്കും അറിയാം, നമ്മളെ കാണുന്നവർക്കൊക്കെ അറിയാം. പക്ഷെ നമ്മളെന്ത് ചെയ്യും, ഈ ഫോൺ എടുത്തിട്ട് ഒരുപാട് സമയം വെറുതെ നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തോണ്ടി അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം വെറുതെ നമ്മൾ വേസ്റ്റ് ചെയ്യാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാലൊരു മെയിൻ കാരണം മടിയാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, അത് നമ്മുടെ ലക്ഷ്യബോധമാണ്. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നില്ല, അലസ്യമായിട്ട് ഫോണിൽ കളിച്ച് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നമ്മളതെന്ത് ചെയ്യുന്നു, നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുന്നു. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് ലോങ് ഉള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് നമുക്ക് ലൈഫ് ലോങ് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് നമ്മൾ പ്രവർത്തിക്കാതിരിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെന്ന് പറയുന്നത് സെക്കൻഡ് റൂള് മെത്തേഡാണ്. ഈ സെക്കൻഡ് റൂൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം ചിന്തിച്ചു, ആ ചിന്തിക്കുന്ന കാര്യം നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യുക. പിന്നീട് നമ്മൾ ഒരു തവണ കൂടി അതിന് ചിന്തിക്കാനുള്ള ഒരു അവസരം കൊടുക്കാതിരിക്കുക. നമ്മൾ ആ കാര്യം എന്ത് തന്നെ ആയാലും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഈ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. തേർഡ് വൺ, ഫോൺ എന്ന കാര്യം, അല്ലെങ്കിൽ ഫോണ്, ബെഡ്, ഇത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പീസായിട്ടുള്ളൊരു കാര്യമായിരിക്കും. പക്ഷെ ഇത് രണ്ടും നമ്മൾ പരമാവധി അവോയ്ഡ് ചെയ്യുക. വെറുതെ ബെഡിൽ കിടന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആ ബെഡിൽ നിന്ന് കാലം താഴേക്ക് ഇറക്കി വെച്ചിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്താണ് ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്താലാണ് നാളെ എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയിലേക്ക് എത്തുക എന്നത്. ആ ഒരു ചിന്താഗതി നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഞാനൊരു കൊച്ചു കഥ പറഞ്ഞുതരാം. ഒരു ദിവസം ഒരു ഗുരു 2 ശിഷ്യന്മാരെ വിളിച്ചു. ഒരു മടിയനായ ശിഷ്യനെ വിളിച്ചു, ഒരു ബുദ്ധിമാനായ ശിഷ്യനെ വിളിച്ചു. ഈ ശിഷ്യന്മാരെ വിളിച്ചിട്ട് 2 പേർക്കും ഓരോ കയ്യിലൊരു വിത്തുകൾ കൊടുത്തു. എന്നിട്ട് ഈ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ വിത്ത് നിങ്ങൾ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് ഇതിൽ നിന്നും കിട്ടുന്ന ഫലം
എന്തു തന്നെ ആയാലും അത് എന്നെ അറിയിക്കാൻ പറഞ്ഞു. ഒന്നാമത്തെ ആൾ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി അത് കുഴിച്ചിട്ടു. അതിന് വേണ്ട മണ്ണെടുത്ത് കുഴിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അത് പരിപാലിച്ചു. രണ്ടാമത്തെ ആൾ കരുതി, ഇന്ന് കുഴിച്ചിടണ്ട, നമുക്കത് നാളെ കുഴിച്ചിടാം, അല്ലെങ്കിൽ നമുക്ക് പിന്നൊരു ദിവസം കുഴിച്ചിടാമെന്ന രീതിയിൽ ഓരോ ദിവസവും ഈ വിത്തുകൾ മാറ്റി 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 വെച്ചു. പക്ഷേ ഈ ആദ്യത്തെ ആളിവിടെ കുഴിച്ചിട്ടു, അതിന് വേണ്ട പരിപാലനങ്ങളൊക്കെ കൊടുത്തു, വെള്ളം ഒഴിച്ചു, അത് വളരെയധികം ശ്രദ്ധിച്ചു, എല്ലാം ചെയ്തുകൊണ്ട് അതിനെ പരിപാലിച്ച് അതൊരു മരമായി മാറി. പക്ഷേ രണ്ടാമത്തെ ആളുടെ വിത്ത് ഇന്നും കൊടുത്തതുപോലെ തന്നെ അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ദിവസം ഈ മടിയനായ ശിഷ്യൻ ഈ ബുദ്ധിമാനായ ശിഷ്യനെ കണ്ടുമുട്ടുന്ന സമയത്ത് ചോദിക്കുക, നിൻ്റെ ആ വിത്ത് നീ എന്ത് ചെയ്തു? അപ്പം ബുദ്ധിമാൻ പറഞ്ഞു, ഞാൻ ആ വിത്ത് കുഴിച്ചിട്ട് എനിക്കതിൽ നിന്നും നല്ല സ്വർണ്ണ നിറമുള്ള കായ്ഫലങ്ങൾ ലഭിച്ചു എന്ന്. പക്ഷെ അത് കേട്ടപ്പോൾ ഈ മടിയനായ ശിഷ്യനൊന്ന് ചിന്തിച്ചു, അയ്യോ, ഞാനതൊന്ന് കുഴിച്ചിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് എനിക്കും ഇതുപോലെ സ്വർണ്ണ നിറത്തിലുള്ള കായ്ഫലങ്ങൾ ലഭിച്ചേനെ എന്ന്. ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതം. നമ്മുടെ കൂടെ പഠിക്കുന്നവരും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ അവർക്ക് കിട്ടുന്ന സമയം അവരത് നല്ലതുപോലെ ഉപയോഗിക്കും. നല്ലതുപോലെ ഉപയോഗിച്ച് അവർക്ക് വേണ്ട ആ ഒരു പൊസിഷനിലേക്ക് അവരെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കുറേ ഫോണൊക്കെ സ്ക്രോൾ ചെയ്ത് കുറേ കിടന്നുറങ്ങി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ സമയം നമ്മൾ എന്ത് ചെയ്യുന്നു, വേസ്റ്റ് ചെയ്യുക. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ഭാവിയിൽ നേടാനില്ല. പിന്നീട് ഒരിക്കലായിരിക്കും ഈ നേടിയവരെ നമ്മൾ കണ്ടുമുട്ടുന്നത്. ആ കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മളൊരു ബിഗ് സീറോ ആണെന്ന് നമുക്ക് തന്നെ തോന്നും. അങ്ങനെയുള്ളൊരു സാഹചര്യം വരാതിരിക്കാൻ നമ്മളാണ് നമ്മുടെ ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇപ്പം തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ഞാനിപ്പം ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്താണ് ഞാൻ അച്ചീവ്മെൻറ്റ്സ് നേടിയിട്ടുള്ളത്. കുറേ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറേ കോഴ്സുകളൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഒന്നും കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു സക്സസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. നമ്മൾ ഇന്ന് ഒരു തീരുമാനം എടുക്കുക നമ്മുടെ ലൈഫിൽ, ഞാൻ ഒരു സക്സസ്സിലേക്ക് എത്താൻ ശ്രമിക്കും, അല്ലെങ്കിൽ ആ സക്സസ് ഞാൻ അച്ചീവ് ചെയ്തെടുക്കും. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സക്സസ് എന്താണെന്ന് ഞാൻ കണ്ടെത്തിയിട്ട് ആ സക്സസ്സിന് വേണ്ടി ഇന്ന് മുതൽ ഞാൻ പരിശ്രമിക്കുമെന്നൊരു തീരുമാനം നമ്മുടെ ലൈഫിൽ നമുക്ക് എടുക്കാൻ പറ്റണം. അതാണ് നമ്മുടെ ലൈഫിൻ്റെ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇന്നു മുതൽ എല്ലാവർക്കും നല്ലൊരു നാളേക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കാൻ തുടങ്ങട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. ഇതുപോലെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.